ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് കറണ്ട് അഫയേഴ്സ് തന്നെയാണ്. കുറച്ച് പേര് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു കുറച്ചുകൂടി കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്യണമെന്ന്. അപ്പോൾ ഈ വീഡിയോ അത് അവർക്ക് വേണ്ടിയിട്ടാണ്. നോക്കാം. 2023 ഓഗസ്റ്റ് 1 മുതൽ ചരക്ക് സേവന നികുതിയിലെ ഈ ഇൻവോയ്സ് പരിധി എത്ര കോടി രൂപ വരെയാണ്? 5 കോടി രൂപയാണ്. 2023 ഓഗസ്റ്റ് 1 മുതൽ GSTയിലെ ഈ ഇൻവോയ്സ് പരിധി എത്ര കോടി രൂപയാണ്? 5 കോടി രൂപയാണ്. ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത് പ്രിയൻ സെയിൻ പങ്കെടുത്ത മിസ് എർത്ത് മത്സരത്തിന്റെ വേദി ഏത് രാജ്യമാണ്? വിയറ്റ്നാം ആയിരുന്നു മിസ് എർത്ത് മത്സരത്തിന്റെ വേദി. ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ഏത് ഭാഗത്താണ് ലാൻഡ് ചെയ്തത്? ദക്ഷിണ ധ്രുവത്തിലാണ്. ലാൻഡ് ചെയ്ത പോയിന്റിന്റെ പേരെന്താണ്? ശിവശക്തി എന്നുള്ളതാണ് ലാൻഡ് ചെയ്ത പോയിന്റിന്റെ പേര്. അപ്പൊ ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ഏത് ഭാഗത്താണ് ലാൻഡ് ചെയ്തത്? ദക്ഷിണ ധ്രുവത്തിലാണ്. അടുത്തതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ചെസ് ചരിത്രത്തിൽ 2750 റേറ്റിംഗ് കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായ ഡി ഗുകേഷ് ഏത് സംസ്ഥാനക്കാരനാണ്? അദ്ദേഹം തമിഴ്നാട്ടുകാരനാണ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഓർത്തു വെക്കണം. നിലവിലുള്ള ദേശീയ മ്യൂസിയത്തിന് പകരമായി യുഗേ യുഗിൻ ഭാരത് മ്യൂസിയം എന്ന പേരിൽ ലോകത്തെ ഏറ്റവും വലിയ മ്യൂസിയം ഇന്ത്യയിൽ എവിടെയാണ് നിർമ്മിക്കാൻ തീരുമാനിച്ചത്? ന്യൂഡൽഹിയിലാണ്. എന്താ പറഞ്ഞേ? നിലവിലുള്ള ദേശീയ മ്യൂസിയത്തിന് പകരമായിട്ട് യുഗേ യുഗിൻ ഭാരത് മ്യൂസിയം എന്ന പേരിൽ ലോകത്തെ ഏറ്റവും വലിയ മ്യൂസിയം ഇന്ത്യയിൽ എവിടെയാണ് നിർമ്മിക്കാൻ തീരുമാനിച്ചത്? അത് ന്യൂഡൽഹിയിലാണ് തീരുമാനിച്ചിട്ടുള്ളത്. എവിടെ നടന്ന ലോക അമ്പെയ്ത്ത് ചാമ്പ്യൻഷിപ്പിലാണ് ഓജസ് പ്രവീൺ ഇന്ത്യക്കായി സ്വർണം നേടിയ ആദ്യ പുരുഷ താരമായത്? ബെർലിനിലാണ് ആ മത്സരം നടന്നത്. എന്ത് മത്സരമാണ് നടന്നത്? ലോക അമ്പെയ്ത്ത് ചാമ്പ്യൻഷിപ്പ്. ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് ആരാണ്? ഓജസ് പ്രവീൺ ആണ് ഇന്ത്യക്കായിട്ട് സ്വർണം നേടിത്തന്നത്. ഇന്ത്യക്ക് സ്വർണമാണ് ലഭിച്ചതെന്നും ഓർത്തു വയ്ക്കുക. വിദേശത്ത് ജോലിക്ക് പോകുന്നവർക്ക് 2 ലക്ഷം രൂപ ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ശുഭയാത്ര. വിദേശത്ത് ജോലിക്ക് പോകുന്നവർക്ക് 2 ലക്ഷം രൂപ ധനസഹായം നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ശുഭയാത്ര. സംസ്ഥാനത്തെ 700 ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ ഒരു വർഷം, അതായത് ഈ വർഷം മുതൽ ഒരേ സിലബസ് നടപ്പിലാക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. മറക്കല്ലേ, ഓർത്തു വെക്കണം. സംസ്ഥാനത്തെ 700 ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ ഈ വർഷം മുതൽ ഒരേ സിലബസ് നടപ്പിലാക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. 2023 ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ സ്പീക്കർ വക്കം പുരുഷോത്തമൻ ഏത് വടക്ക് കിഴക്കൻ സംസ്ഥാനത്താണ് ഗവർണറായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത്? അദ്ദേഹം മിസോറാം സംസ്ഥാനത്തിന്റെ ഗവർണറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ചോദ്യം കുറച്ച് ഡെപ്തിലാണ് വന്നത്. 2023 ഓഗസ്റ്റിൽ അദ്ദേഹം മരിച്ചു. ആര്? നമ്മുടെ മുൻ സ്പീക്കറായിരുന്ന വക്കം പുരുഷോത്തമൻ. അദ്ദേഹം വടക്കിഴക്കൻ സംസ്ഥാനമായിട്ടുള്ള മിസോറാമിന്റെ ഗവർണറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിലെ ഉപവിഭാഗങ്ങളെ കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മീഷനാണ് ജി രോഹിണി കമ്മീഷൻ. എന്താ ക്വസ്റ്റ്യൻ? മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിലെ ഉപവിഭാഗങ്ങളെ കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മീഷനാണ് ജി രോഹിണി കമ്മീഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മിന്നുമണി ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മിന്നുമണി ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തിടെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് നഴ്സിംഗ് മേഖലയിൽ സംവരണം ഏർപ്പെടുത്തിയിട്ടുള്ള സംസ്ഥാനം കേരളമാണ്. എന്താ? ട്രാൻസ്ജെൻഡേഴ്സിന് നഴ്സിംഗ് മേഖലയിൽ സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം കേരളമാണ്. അടുത്തിടെ ഇന്ത്യൻ പൗരത്വം തിരികെ ലഭിച്ച ബോളിവുഡ് ചലച്ചിത്ര നടനായിട്ടുള്ള അക്ഷയ് കുമാർ ഏത് രാജ്യത്തെ പൗരത്വമാണ് സ്വീകരിച്ചത്? ഏത് രാജ്യത്തെ പൗരത്വമായിരുന്നു ആദ്യം സ്വീകരിച്ചിരുന്നത്? കാനഡയുടെ പൗരത്വമായിരുന്നു സ്വീകരിച്ചിരുന്നത്. ഇന്ത്യയുടെ AI തലസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഹൈദരാബാദാണ്. ന്യൂഡൽഹി കാണും കുത്തല്ലേ. ഇന്ത്യയുടെ AI തലസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് ഹൈദരാബാദിനെയാണ്. 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതി വെരി ഇമ്പോർട്ടന്റ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. അടുത്ത ചോദ്യം. 2023 ശതാബ്ദി ആഘോഷത്തിന് തുടക്കം കുറിച്ച നാരായണ ഗുരുകുലത്തിന്റെ സ്ഥാപകൻ നടരാജ ഗുരുവാണ്. 2023 ശതാബ്ദി ആഘോഷത്തിന് തുടക്കം കുറിച്ച നാരായണ ഗുരുകുലത്തിന്റെ സ്ഥാപകൻ ആരാണ്? നടരാജ ഗുരുവാണ്. മഗ്സസെ അവാർഡ് ജേതാവ് രവി കണ്ണൻ സേവനമനുഷ്ഠിക്കുന്ന കച്ചാർ ക്യാൻസർ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഏത് സംസ്ഥാനത്താണ്? അസം സംസ്ഥാനത്ത് നിലകൊള്ളുന്നു. എന്തൊക്കെയാ പറഞ്ഞേ? മാക്സസെ അവാർഡ് ലഭിച്ചത്, കഴിഞ്ഞ തവണത്തെ മാക്സസെ അവാർഡ് ലഭിച്ചത് രവി കണ്ണനാണ്. അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിരുന്നത് കച്ചാർ ക്യാൻസർ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററിലായിരുന്നു. അത് ഏത് സംസ്ഥാനത്താ? അത് അസം സംസ്ഥാനത്താണ്. അങ്ങനെ 3 ഫാക്ടുകളാണ് നമുക്ക് ആ ഒരു ചോദ്യത്തിൽ കാണാൻ പറ്റുന്നത്. അടുത്തത്, മഹാരാഷ്ട്രയുടെ പ്രഥമ ഉദ്യോഗരത്ന പുരസ്കാരത്തിന് അർഹനായത് രത്തൻ ടാറ്റയാണ്. ഓർത്തു വയ്ക്കുക, മഹാരാഷ്ട്രയുടെ പ്രഥമ ഉദ്യോഗരത്ന പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? രത്തൻ ടാറ്റയാണ്. മണിപ്പൂർ കലാപ അന്വേഷണത്തിന് സുപ്രീം കോടതി നിയോഗിച്ച 3 അംഗ വനിതാ
വനിതാ സംഘത്തിൽ ഉൾപ്പെട്ട മലയാളിയുടെ പേരെന്താ? ആശ മേനോനാണ്. ഒന്നുകൂടി ഓർത്തു വയ്ക്കുക, മണിപ്പൂർ കലാപ അന്വേഷണത്തിന് സുപ്രീം കോടതി നിയോഗിച്ച 3 അംഗ വനിതാ സംഘത്തിൽ ഉൾപ്പെട്ട മലയാളി ആശ മേനോനാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ 3D പ്രിന്റഡ് പോസ്റ്റ് ഓഫീസ് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്ഘാടനം ചെയ്തത് എവിടെയാ? അത് ബാംഗ്ലൂരാണ് ഉദ്ഘാടനം ചെയ്തത്. എന്താ ഉദ്ഘാടനം ചെയ്തേ? 3D പ്രിന്റഡ് പോസ്റ്റ് ഓഫീസ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ 3D പ്രിന്റഡ് പോസ്റ്റ് ഓഫീസ് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്ഘാടനം ചെയ്തു. എവിടെ? ബംഗളൂരു അല്ലെങ്കിൽ ബാംഗ്ലൂർ. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിൽ 54ാമത് ടൈഗർ റിസർവ് ആയിട്ടുള്ള ധോൽപൂർ കരൗലി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. എന്താ? 54ാമത്തെ ടൈഗർ റിസർവ് ആണ്. ഇന്ത്യയിലെ 54ാമത്തെ ടൈഗർ റിസർവ് ആണ്. അതിന്റെ പേര് ധോൽപൂർ കരൗലി എന്നാണ്. അത് സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക നാമം എല്ലാ ഭാഷകളിലും കേരളം എന്നാക്കി മാറ്റാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്ന പ്രമേയം കേരള നിയമസഭയിൽ അവതരിപ്പിച്ചത് ശ്രീ പിണറായി വിജയനാണ്. രചയിതാവിന്റെ നിര്യാണം കഴിഞ്ഞ് 4 വർഷത്തിന് ശേഷം പ്രസിദ്ധീകരിച്ച ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ് ആൻഡ് ഓട്ടോബയോഗ്രഫി എഴുതിയതാരാണ്? TN ശേഷനാണ്. രചയിതാവിന്റെ നിര്യാണം കഴിഞ്ഞ് 4 വർഷത്തിന് ശേഷം പ്രസിദ്ധീകരിച്ച ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ് ആൻഡ് ഓട്ടോബയോഗ്രഫി എഴുതിയത് TN ശേഷനാണ്. സിക്കിൾ സെൽ അനീമിയ 2047 നിർമ്മാർജ്ജനം ചെയ്യാനുള്ള കേന്ദ്ര പദ്ധതിയുടെ ഉദ്ഘാടനം നടന്ന സംസ്ഥാനം മധ്യപ്രദേശാണ്. സിക്കിൾ സെൽ അനീമിയ 2047 നിർമ്മാർജ്ജനം ചെയ്യാനുള്ള കേന്ദ്ര പദ്ധതിയുടെ ഉദ്ഘാടനം നടന്ന സംസ്ഥാനം, ആദ്യമായിട്ടത് ഉദ്ഘാടനം നടന്ന സംസ്ഥാനം മധ്യപ്രദേശിലാണ്. എന്തായിരുന്നു പദ്ധതി? സിക്കിൾ സെൽ അനീമിയ നിർമ്മാർജ്ജനം ചെയ്യുക, 2047 കൂടി നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ള കേന്ദ്ര പദ്ധതി ഉദ്ഘാടനം ചെയ്തത് മധ്യപ്രദേശിലാണ്. ടൈം മാഗസിന്റെ കഴിഞ്ഞ 100 വർഷത്തെ മികച്ച 100 സിനിമകളിൽ ഉൾപ്പെട്ട ഏക ഇന്ത്യൻ ചിത്രം പഥേർ പാഞ്ചാലിയാണ്. ടൈം മാഗസിന്റെ കഴിഞ്ഞ 100 വർഷത്തെ മികച്ച 100 സിനിമകളിൽ ഉൾപ്പെട്ട ഏക ഇന്ത്യൻ ചിത്രം പഥേർ പാഞ്ചാലിയാണ്. 2023 അടയാളം എന്റെ ആധാർ പദ്ധതിക്ക് തുടക്കം കുറിച്ച കേരളത്തിലെ ജില്ല കണ്ണൂരാണ്. 2023 സ്പെഷ്യൽ ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ, അതൊരു സ്പെഷ്യൽ നമ്പറാണ്, 202. അങ്ങനെ തന്നെ ഓർത്തു വയ്ക്കുക. 2023 സ്പെഷ്യൽ ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ 202 മെഡലാണ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ചൈൽഡ് ലൈൻ ഇനി മുതൽ ഏത് പേരിലാണ് പ്രവർത്തിക്കുന്നത്? മിഷൻ വാത്സല്യ എന്ന പേരിലാണ് ഇനി പ്രവർത്തിക്കാൻ പോകുന്നത്. എന്ത്? കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ചൈൽഡ് ലൈൻ ഇനി മുതൽ ഏത് പേരിലാണ് പ്രവർത്തിക്കുന്നത്? മിഷൻ വാത്സല്യ. 2023 മഹാരാഷ്ട്രയിലെ ഇത്വാരി റെയിൽവേ സ്റ്റേഷൻ ആരുടെ പേരിലാണ് പുനർനാമകരണം ചെയ്യപ്പെട്ടത്? 2023 മഹാരാഷ്ട്രയിലെ ഇത്വാരി റെയിൽവേ സ്റ്റേഷൻ ആരുടെ പേരിലാണ് പുനർനാമകരണം ചെയ്യപ്പെട്ടത്? സുഭാഷ് ചന്ദ്രബോസിന്റെ പേരിലാണ് പുനർനാമകരണം ചെയ്യപ്പെട്ടത്. അടുത്തത്, യുദ്ധക്കപ്പലായിട്ടുള്ള INS കൃപാൺ ഇന്ത്യ കൈമാറിയത് ഏത് രാജ്യത്തിനാണ്? യുദ്ധക്കപ്പലായ INS കൃപാൺ ഇന്ത്യ കൈമാറിയത് ഏത് രാജ്യത്തിനാണ്? ഇന്ത്യ കൈമാറിയത് വിയറ്റ്നാമിനാണ്. ഒന്നുകൂടി പറയാം, യുദ്ധക്കപ്പലായിട്ടുള്ള INS കൃപാൺ ഇന്ത്യ കൈമാറിയത് ഏത് രാജ്യത്തിനാണ്? വിയറ്റ്നാമിനാണ് ഇന്ത്യ കൈമാറിയത്. എന്താ കൈമാറിയത്? യുദ്ധക്കപ്പലായിട്ടുള്ള INS കൃപാൺ. എന്താണ്? INS കൃപാൺ. ഓർത്തു വയ്ക്കുന്നു വിചാരിക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം. ആരുടെ പൂർണ്ണകായ പ്രതിമയാണ് 2023 ജൂലൈയിൽ ബ്രിട്ടനിൽ വിംബിൾഡണിൽ അനാച്ഛാദനം ചെയ്തത്? ആരുടെ പൂർണ്ണകായ പ്രതിമയാണ് 2023 ജൂലൈയിൽ ബ്രിട്ടനിലെ വിംബിൾഡണിൽ അനാച്ഛാദനം ചെയ്തത്? സിസ്റ്റർ നിവേദിതയുടെ പൂർണ്ണകായ പ്രതിമയാണ് അനാച്ഛാദനം ചെയ്യപ്പെട്ടത്. രാജ്യത്ത് ആദ്യമായി കുട്ടികൾക്ക് വേണ്ടി ഡി അഡിക്ഷൻ സെന്റർ ആരംഭിക്കുന്ന പോലീസ് സേന കേരള പോലീസാണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഡി അഡിക്ഷൻ സെന്റർ കേരള പോലീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതെന്ന് ഓർത്തു വയ്ക്കുക. എ വാക്ക് അപ്പ് ദ ഹിൽ ലിവിംഗ് വിത്ത് നേച്ചർ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് മാധവ് ഗാഡ്ഗിലാണ്. മറക്കല്ലേ, എ വാക്ക് അപ്പ് ദ ഹിൽ ലിവിംഗ് വിത്ത് നേച്ചർ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് മാധവ് ഗാഡ്ഗിലാണ്. സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനായിട്ടുള്ള യുനെസ്കോ ഏഷ്യ പസഫിക്കിന്റെ അവാർഡ് ഓഫ് മെറിറ്റ് ലഭിച്ച ബൈക്കുള റെയിൽവേ സ്റ്റേഷൻ ഏത് സംസ്ഥാനത്താണ്? അത് മഹാരാഷ്ട്രയിലാണ്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് ഓർത്തു വെക്കണേ. സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനായിട്ടുള്ള യുനെസ്കോ ഏഷ്യ പസഫിക്കിന്റെ അവാർഡ് ഓഫ് മെറിറ്റ് ലഭിച്ച ബൈക്കുള റെയിൽവേ സ്റ്റേഷൻ ഏത് സംസ്ഥാനത്താണ്? അത് മഹാരാഷ്ട്രയിലാണ്. അടുത്ത ചോദ്യം, സംസ്ഥാന കർഷക അവാർഡുകളുടെ
ഗണത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന കൃഷിഭവനുകൾക്ക് നൽകാൻ തീരുമാനിച്ച പുരസ്കാരം ആരുടെ പേരിലാണ് നൽകുന്നത്? വി രാഘവന്റെ പേരിലാണ് ആ പുരസ്കാരം നൽകുന്നത്. എന്ത്? സംസ്ഥാന കർഷക അവാർഡുകളുടെ ഗണത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന കൃഷിഭവന് വേണ്ടിയിട്ട്, മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന കൃഷിഭവന് വേണ്ടിയിട്ടുള്ള അവാർഡാണ് അത് തീരുമാനിച്ചത്. ആ പുരസ്കാരം ആരുടെ പേരിലാണ് നൽകാൻ തീരുമാനിച്ചത്? വി രാഘവന്റെ പേരിലാണ് നൽകാൻ തീരുമാനിച്ചത്. KR മീരയുടെ ഘാതകൻ എന്ന പുസ്തകം അസാസിൻ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ജെ ദേവികയാണ്. KR മീരയുടെ ഘാതകൻ എന്ന പുസ്തകം അസാസിൻ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ജെ ദേവിക. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ പോലീസ് യൂണിറ്റ് ആരംഭിച്ച സംസ്ഥാനം? ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ പോലീസ് യൂണിറ്റ് ആരംഭിച്ച സംസ്ഥാനം തമിഴ്നാടാണ്. ഇന്ത്യയിലെ ആദ്യത്തെയാണ് കേട്ടോ ഡ്രോൺ പോലീസ് യൂണിറ്റ് ആരംഭിച്ച സംസ്ഥാനം തമിഴ്നാടാണ്. സംസ്ഥാന രൂപവൽക്കരണത്തിനായി ജീവൻ ബലിയർപ്പിച്ചവർക്കായി അമരജ്യോതി എന്ന സ്മാരകം നിർമ്മിച്ച സംസ്ഥാനം തെലുങ്കാനയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. സംസ്ഥാന രൂപവൽക്കരണത്തിനായിട്ട് ജീവൻ ബലിയർപ്പിച്ചവർക്കായി അമരജ്യോതി എന്ന സ്മാരകം നിർമ്മിച്ച സംസ്ഥാനം തെലുങ്കാനയാണ്. ഹിരോഷിമയിൽ നടന്ന G7 ഉച്ചകോടിയിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത് അഭിസംബോധന ചെയ്തത് നരേന്ദ്രമോദിയാണ്. ഹിരോഷിമയിൽ നടന്ന G7 ഉച്ചകോടിയിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത് അഭിസംബോധന ചെയ്തത് നരേന്ദ്രമോദിയാണ്. പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുന്നതിന് മാനവബാടി പദ്ധതി ആരംഭിച്ച സംസ്ഥാനവും തെലുങ്കാന തന്നെയാണ്. പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുന്നതിന് മാനവബാടി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം തെലുങ്കാന തന്നെയാണ്. ആരുടെ ആത്മകഥയാണ് കനൽ വഴികളിലൂടെ? സി ദിവാകരന്റെ ആത്മകഥയാണ് കനൽ വഴികളിലൂടെ. എന്താണ് പറഞ്ഞത്? ആരുടെ ആത്മകഥയാണ്? കനൽ വഴികളിലൂടെ. സി ദിവാകരന്റെ ആത്മകഥയാണ് കനൽ വഴികളിലൂടെ. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത യൂണിവേഴ്സിറ്റി, അതായത് AI അധിഷ്ഠിത യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വ്യോമസേനാ പൈതൃക കേന്ദ്രം നിലവിൽ വന്നത് ചണ്ഡീഗഡിലാണ്. അതൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്, മറക്കല്ലേ. ഇന്ത്യയിലെ ആദ്യത്തെ വ്യോമസേനാ പൈതൃക കേന്ദ്രം, ഇന്ത്യയിലെ ആദ്യത്തെ വ്യോമസേനാ പൈതൃക കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാ? ചണ്ഡീഗഡിലാണ്. അടുത്ത ചോദ്യം, ഈ ചിത്രം ഒന്ന് നോക്കി വെച്ചോളൂ. ഇന്ത്യയുടെ സഹായത്തോടെ മംഗലാദച്ചു ജലവൈദ്യുത പദ്ധതി സ്ഥാപിക്കപ്പെട്ട രാജ്യം ഭൂട്ടാനാണ്. ഇന്ത്യയുടെ സഹായത്തോടെ മംഗലാദച്ചു ജലവൈദ്യുത പദ്ധതി സ്ഥാപിതമായ രാജ്യം ഭൂട്ടാനിലാണ്. ഇതാണ് മംഗലാദച്ചു ജലവൈദ്യുത പദ്ധതിയുടെ ചിത്രം. ഡോക്ടർ APJ അബ്ദുൽ കലാം നോളജ് സെന്റർ ആൻഡ് സ്പേസ് മ്യൂസിയം നിലവിൽ വരുന്ന ജില്ല തിരുവനന്തപുരം. ഡോക്ടർ APJ അബ്ദുൽ കലാം നോളജ് സെന്റർ ആൻഡ് സ്പേസ് മ്യൂസിയം നിലവിൽ വരുന്ന ജില്ലയാണ് തിരുവനന്തപുരം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിനെ ആസ്പദമാക്കിയുള്ളതാണ് പുതിയ ലോക്സഭാ ചേംബർ? പുതിയ ലോക്സഭാ ചേംബർ മയിലിനെ ആസ്പദമാക്കിയിട്ടാണ് പുതിയ ലോക്സഭാ ചേംബർ രൂപീകരിച്ചിരിക്കുന്നത്. പ്രളയം നിയന്ത്രിക്കാനും മഴവെള്ളം സംഭരിക്കാനുമായി സ്പോഞ്ച് സിറ്റി പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ച കേരളത്തിലെ നഗരം ഏതാണ്? അത് കൊച്ചിയാണ്. 2023 ജൂണിൽ 288 പേരുടെ മരണത്തിനിടയാക്കിയ ബാലസോർ ട്രെയിൻ അപകടം നടന്ന സംസ്ഥാനം ഒഡീഷയാണ്. ഒരു തവണ PSC നേരത്തെ ചോദിച്ചതാണ്. 2023 ജൂണിലാണ് 288 പേരുടെ മരണത്തിനിടയാക്കിയ ബാലസോർ ട്രെയിൻ അപകടം നടന്ന സംസ്ഥാനം ഒഡീഷയാണ്. കേരള പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ബോർഡ് പ്രഥമ ചെയർമാനായി നിയമിതനായത് ഡോക്ടർ VP ജോയിയാണ്. കേരള പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ബോർഡ് പ്രഥമ ചെയർമാനായി നിയമിതനായത് ഡോക്ടർ VP ജോയ്. ഇന്റർ കോണ്ടിനെന്റൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഭുവനേശ്വറിൽ നടന്ന ഫൈനലിൽ ലെബനനെ തോൽപ്പിച്ച് ജേതാക്കളായത് ഇന്ത്യ. എന്താ പറഞ്ഞേ? ഇന്റർ കോണ്ടിനെന്റൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഭുവനേശ്വറിൽ നടന്ന ഫൈനലിൽ ലെബനനെ തോൽപ്പിച്ച് ജേതാക്കളായത് ഇന്ത്യയാണ്. അടുത്തത്, വനിതാ എമേർജിംഗ് ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റിൽ ജേതാക്കളായതും ഇന്ത്യ തന്നെ. എന്താ പറഞ്ഞേ? വനിതാ എമേർജിംഗ് ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റിൽ ജേതാക്കളായതും ഇന്ത്യ തന്നെയാണ്. വിളർച്ചാ വിമുക്ത കേരളത്തിനായി ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയായിട്ടുള്ള വിവ കേരള പ്രകാരം പ്രസ്തുത ലക്ഷ്യം കൈവരിച്ച ആദ്യ പഞ്ചായത്ത് ഏതാണ്? മൈലപ്ര. വിളർച്ചാ വിമുക്ത കേരളത്തിനായിട്ട് ആരോഗ്യവകുപ്പിന്റെ ആവിഷ്കരിച്ച പദ്ധതിയാണെന്ത്? വിവ കേരളം. അത് പ്രകാരം പ്രസ്തുത ലക്ഷ്യം കൈവരിച്ച ആദ്യത്തെ പഞ്ചായത്ത് ഏതാണ്? മൈലപ്ര. ഇത് ഓർത്തു വെച്ചേക്കൂ, ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ചോദ്യമാണ് മൈലപ്ര. അടുത്ത ചോദ്യം നോക്കാം. പഞ്ചായത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവരെ സഹായിക്കാൻ ഹോസ്റ്റസുമാരെ നിയോഗിച്ച ആദ്യത്തെ പഞ്ചായത്ത് ഏതാണ്? അമ്പലവയലാണ്. പഞ്ചായത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവരെ സഹായിക്കാൻ ഹോസ്റ്റസുമാരെ നിയോഗിച്ച ആദ്യത്തെ പഞ്ചായത്ത് അമ്പലവയലാണ്. 2023 യോഗാ ദിനത്തിൽ UN ആസ്ഥാനത്ത് നടന്ന യോഗ സെഷന് നേതൃത്വം നൽകിയത് നരേന്ദ്രമോദിയാണ്.
2023 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസിനുള്ള ലോങ് ലിസ്റ്റിൽ ഇടം നേടിയ പെരുമാൾ മുരുകൻ ഏത് ഭാഷയിലെ സാഹിത്യകാരനാണ്? അദ്ദേഹം തമിഴ് ഭാഷയിലെ സാഹിത്യകാരനാണ്. പെരുമാൾ മുരുകൻ എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആരാന്ന് ഓർമ്മ വരണം? അദ്ദേഹം തമിഴ് സാഹിത്യമാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് ഓർമ്മ വരണം. സംസ്ഥാനത്തെ ആദ്യത്തെ കനാൽ ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? കമ്പാലത്തറ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആദ്യമായിട്ട് നിലവിൽ വരുന്നതാണ് കേരളത്തിൽ. അപ്പോൾ സംസ്ഥാനത്തെ ആദ്യത്തെ കനാൽ ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് കമ്പാലത്തറ. IPL 200 പുറത്താക്കലുകൾ നടത്തുന്ന ആദ്യ വിക്കറ്റ് കീപ്പറാണ് മഹേന്ദ്ര സിംഗ് ധോണി. അതെല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ വ്യവസായ പാർക്ക് സ്ഥാപിക്കാൻ തീരുമാനിച്ച കടമ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? കടമ്പൂരും ചോദിക്കാം, പാലക്കാടും ചോദിക്കാം. കടമ്പൂർ എന്ന സ്ഥലം പാലക്കാട് ജില്ലയിലാണ്. എന്താ അവിടുത്തെ പ്രത്യേകത? കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ വ്യവസായ പാർക്കാണ് വരാൻ പോകുന്നത്. എന്താണ്? കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ വ്യവസായ പാർക്ക് വരാൻ പോകുന്നത് കടമ്പൂരാണ്. ഈ കടമ്പൂർ എവിടെയാ? അത് പാലക്കാട് ജില്ലയിലാണ്. അംബേദ്കറുടെ പേരിൽ സമീപകാലത്ത് സെക്രട്ടേറിയറ്റ് ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം ഏതാണ്? അതും തെലങ്കാനയാണ്. അപ്പൊ തെലങ്കാനയെ പറ്റിയിട്ടും മഹാരാഷ്ട്രയെ പറ്റിയിട്ടും മധ്യപ്രദേശിനെ പറ്റിയിട്ടും ഒരുപാട് ഫാക്റ്റുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് റിപ്പീറ്റ് ചെയ്ത് കേട്ട് അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് റിവൈസ് ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുള്ളൂ കേട്ടോ. അംബേദ്കറുടെ പേരിൽ സമീപകാലത്ത് സെക്രട്ടേറിയറ്റ് ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം ഏതാണ്? തെലങ്കാനയാണ്. രാജ്യത്ത് ആദ്യമായി ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കുന്ന സംസ്ഥാനം. ഇപ്പൊ ഇന്നലെ കഴിഞ്ഞ മലബാർ ദേവസ്വം ബോർഡ് LDയുടെ ചോദ്യപേപ്പറിലുള്ള ചോദ്യമാണിത്. രാജ്യത്ത് ആദ്യമായിട്ട് ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഏഷ്യൻ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമായ ഭവാനി ദേവി ജനിച്ച സംസ്ഥാനം തമിഴ്നാടാണ്. അപ്പൊ ഭവാനി ദേവിയെ പറ്റി അറിയണം. എന്ത് താരമാണ്? ഏഷ്യൻ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമാണ് ഭവാനി ദേവി. ഒന്നുകൂടി വായിക്കാം. ഏഷ്യൻ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമാണ് ഭവാനി ദേവി. ഇവര് ജനിച്ച സംസ്ഥാനം എന്ന് പറയുന്നത് തമിഴ്നാടാണ്. സാന്റിയാഗോ പെന 2023 ഏത് രാജ്യത്താണ് പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്? പരാഗ്വേയുടെ പ്രസിഡന്റ് ആയിട്ടാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. എന്താ പേര്? സാന്റിയാഗോ പെന. പെന. ഓക്കെ. ഏത് രാജ്യത്തെ പ്രസിഡന്റാ? അത് പരാഗ്വേയുടെ പ്രസിഡന്റാണ്. 2023 ഏപ്രിൽ 12 ഏത് മലയാള കവിയും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്ന വ്യക്തിയുടെ 150ാമത് ജന്മവാർഷികമാണ് കേരളം ആഘോഷിച്ചത്? വിഷുവിന് മുന്നേ നമ്മൾ ആഘോഷിച്ചത് കുമാരനാശാന്റെ വാർഷികമാണ്. ഓക്കെ, അതെ, കുമാരനാശാന്റെ ജന്മവാർഷികമാണ്. പോളാവാരം ജലസേചന പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. പോളാവാരം ജലസേചന പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ഇതാണ് പോളാവാരത്തിന്റെ ജലസേചന പദ്ധതിയുടെ ചിത്രം. അത് മനസ്സിൽ ഫീഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള പോളാവാരം ജലസേചന പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശാണ്. ഏത് സംഘടനയാണ് ബിഗ് കാച്ചപ്പ് എന്ന ഇനീഷ്യേറ്റീവ് അവതരിപ്പിച്ചത്? ഏത് സംഘടനയാണ് ബിഗ് ക്യാച്ച് അപ്പ് എന്ന ഇനീഷ്യേറ്റീവ് അവതരിപ്പിച്ചത്? ലോകാരോഗ്യ സംഘടന, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ സംഘടന. എന്താണ് അവരുടെ പ്രോഗ്രാം? ബിഗ് ക്യാച്ചപ്പ് എന്ന ഇനീഷ്യേറ്റീവ് അവതരിപ്പിച്ചത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനാണ്. കാർഷിക മേഖലയിൽ വ്യാപകമായി ഉപയോഗിച്ചിരുന്ന രാസവളത്തിന്റെ ദ്രാവക രൂപമായിട്ടുള്ള നാനോ ഡൈ അമോണിയം ഫോസ്ഫേറ്റ് വികസിപ്പിച്ച ആദ്യത്തെ രാജ്യം ഇന്ത്യയാണ്. എന്താ വികസിപ്പിച്ചത്? നാനോ ഡൈ അമോണിയം ഫോസ്ഫേറ്റ് ആണ്. അതായത് കാർഷിക മേഖലയിൽ വ്യാപകമായിട്ട് ഉപയോഗിച്ചിരുന്ന രാസവളത്തിന്റെ ദ്രാവക രൂപമായിട്ടുള്ള നാനോ ഡൈ അമോണിയം ഫോസ്ഫേറ്റ് വികസിപ്പിച്ച ആദ്യത്തെ രാജ്യം ഇന്ത്യയാണ്. സ്വകാര്യ മേഖലയിൽ ക്രയോജനിക് എഞ്ചിൻ 200 സെക്കൻഡ് നേരം ജ്വലിപ്പിച്ച് എല്ലാ പരീക്ഷണ ഘട്ടങ്ങളും പൂർത്തിയാക്കിയ ആദ്യ സ്ഥാപനമായ സ്കൈ റൂട്ടിന്റെ ആസ്ഥാനം ഹൈദരാബാദാണ്. സ്വകാര്യ മേഖലയിൽ ക്രയോജനിക് എഞ്ചിൻ 200 സെക്കൻഡ് നേരം ജ്വലിപ്പിച്ച് എല്ലാ പരീക്ഷണ ഘട്ടങ്ങളും പൂർത്തിയാക്കിയ ആദ്യത്തെ സ്ഥാപനം ആയിട്ടുള്ള സ്കൈ റൂട്ടിന്റെ ആസ്ഥാനം ഹൈദരാബാദാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ചൈനയെ പിന്തള്ളി ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായത് ഇന്ത്യ. അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2023 മാർച്ച് 30 100 വർഷം തികഞ്ഞ കേരള ചരിത്രത്തിലെ സംഭവം എന്തായിരുന്നു? വൈക്കം സത്യാഗ്രഹമാണ്. 2023 മാർച്ച് 30 100 വർഷം തികഞ്ഞ കേരള ചരിത്രത്തിലെ സംഭവം വൈക്കം സത്യാഗ്രഹമാണ്. കുമാരനാശാനെ പറ്റിയിട്ടും വൈക്കം സത്യാഗ്രഹത്തെ പറ്റിയിട്ടും വളരെ ഡീപ്പായിട്ട് ഇനി ഖാദി ബോർഡ് എഴുതുന്നവരാണെങ്കിലും LDC എഴുതുന്നവരാണെങ്കിലും നോക്കിയിട്ട് പോവാ. അതിനെ പറ്റിയിട്ടൊരു ചോദ്യം വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്.
അടുത്ത ചോദ്യം, യൂറോപ്യൻ കമ്മീഷൻ GI ടാഗ് നൽകിയ കാംഗ്ര തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? മക്കളെ ഓപ്ഷനിൽ അസം കാണും, കുത്തരുത്. ഹിമാചൽ പ്രദേശാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. യൂറോപ്യൻ കമ്മീഷൻ GI ടാഗ് നൽകിയിട്ടുള്ള കാംഗ്ര തേയില, എന്താ കാംഗ്ര തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശാണ്. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്കിന്റെ ശിലാസ്ഥാപനം പ്രധാനമന്ത്രി നിർവഹിച്ചത് എവിടെയാ? പള്ളിപ്പുറത്താണ് എന്ത് വരുന്നത്? ഡിജിറ്റൽ സയൻസ് പാർക്ക് നിലവിൽ വരുന്നത്. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക്, രാജ്യത്തെ ആദ്യത്തെയാണ് കേട്ടോ. ഡിജിറ്റൽ സയൻസ് പാർക്കിന്റെ ശിലാസ്ഥാപനം പ്രധാനമന്ത്രി നിർവഹിച്ചത് പള്ളിപ്പുറത്താണ്. ഔദ്യോഗിക സ്ഥാപനങ്ങളിൽ ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള വിദേശ ഭാഷകൾ ഉപയോഗിക്കുന്നതിന് പിഴ ചുമത്തുമെന്ന് നിയമം കൊണ്ടുവന്ന രാജ്യം ഇറ്റലിയാണ്. ഔദ്യോഗിക സ്ഥാപനങ്ങളിൽ ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള വിദേശ ഭാഷകൾ ഉപയോഗിക്കുന്നതിന് പിഴ ചുമത്തുമെന്ന് നിയമം കൊണ്ടുവന്ന രാജ്യം ഏതാണ്? ഇറ്റലിയാണ്. അടുത്ത ചോദ്യം നോക്കാം. ഗീർ ദേശീയോദ്യാനത്തിൽ നിന്ന് 40ഓളം സിംഹങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ തീരുമാനിക്കപ്പെട്ട ബർദ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? എന്താണ് ചോദ്യം? ഗീർ ദേശീയോദ്യാനത്തിൽ നിന്ന് 40ഓളം സിംഹങ്ങളെയാണ് മാറ്റിപ്പാർപ്പിക്കുന്നത്. ഏത് വന്യജീവി സങ്കേതത്തിലേക്കാണ് മാറ്റിപ്പാർപ്പിക്കുന്നത്? ബർദ വന്യജീവി സങ്കേതത്തിലേക്കാണ് മാറ്റിപ്പാർപ്പിക്കുന്നത്. ഈ ബർദ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താ? അത് ഗുജറാത്തിലാണ്. 2022 സരസ്വതി സമ്മാന ജേതാവായിട്ടുള്ള ശിവശങ്കരി ഏത് ഭാഷയിലെ സാഹിത്യകാരിയാണ്? അവര് തമിഴ് ഭാഷയിലെ സാഹിത്യകാരിയാണ്. 2023 പ്രഖ്യാപിച്ചു. ആർക്കാണ് കിട്ടിയിട്ടുള്ളത്? പ്രഭാവർമ്മയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. അത് ഓർത്തു വെക്കണേ. 2022 സരസ്വതി സമ്മാന ജേതാവായിട്ടുള്ള ശിവശങ്കരി ഏത് ഭാഷയിലെ സാഹിത്യകാരിയാണ്? തമിഴ് ഭാഷയിലെ സാഹിത്യകാരിയാണ്. 2023 മാർച്ച് 18 100 വർഷം പൂർത്തിയാക്കിയ മലയാള പത്രം ഏതാണ്? മാതൃഭൂമി. അപ്പം വൈക്കം സത്യാഗ്രഹം ഓർത്തു വെക്കുക, മാതൃഭൂമിയുടെ ചരിത്രം ഓർത്തു വെക്കുക, കുമാരനാശാനെ പറ്റി ഓർത്തു വെക്കുക. ചോദിക്കാൻ വളരെ വളരെ ചാൻസ് കൂടുതലാണ്. സൈന്യവും അർദ്ധസൈനിക വിഭാഗവും തമ്മിൽ യുദ്ധം നടക്കുന്ന സുഡാനിൽ അകപ്പെട്ട ഇന്ത്യൻ പൗരന്മാരെ രക്ഷിക്കാൻ ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണെന്ത്? ഓപ്പറേഷൻ കാവേരി. കേരള പുരസ്കാരങ്ങൾക്ക് നൽകുന്ന പതക്കങ്ങൾ, മൊമെന്റോ എന്നിവ രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഗോഡ്ഫ്രേ ദാസ് ആണ്. കേരള പുരസ്കാരങ്ങൾക്ക് നൽകുന്ന പതക്കങ്ങൾ, മൊമെന്റോ എന്നിവ രൂപകൽപ്പന ചെയ്തത് ഗോഡ്ഫ്രേ ദാസ് ആണ്. അടുത്തൊരു ചോദ്യം, 2023 50 വർഷം പൂർത്തിയായ കേന്ദ്ര സർക്കാരിന്റെ മൃഗപരിരക്ഷണ പദ്ധതിയാണ് പ്രോജക്ട് ടൈഗർ. ചോദിച്ചേക്കാം. 2023 50 വർഷം പൂർത്തിയാക്കി എന്ത്? പ്രോജക്ട് ടൈഗർ പദ്ധതി. 2023 ഗോത്രവർഗ പ്രതിഷേധത്തെ തുടർന്ന് കലാപമുണ്ടായ ഇന്ത്യൻ സംസ്ഥാനമാണ് മണിപ്പൂർ. 60 വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാരുടെ സന്തോഷത്തിന്റെ രഹസ്യങ്ങൾ അടങ്ങിയ പുസ്തകം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദ ഗോൾഡൻ ഇയേഴ്സ് രചിച്ചത് റസ്കിൻ ബോണ്ട് ആണ്. ദ ഗോൾഡൻ ഇയേഴ്സ് രചിച്ചത് റസ്കിൻ ബോണ്ട്. ഗോൾഡൻ ഇയേഴ്സ് റസ്കിൻ ബോണ്ട്. ദ ഗോൾഡൻ ഇയേഴ്സ് രചിച്ചത് ആരാണ്? റസ്കിൻ ബോണ്ട് ആണ്. സ്ത്രീകൾക്ക് ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ചുകൊണ്ട് ശക്തി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം കർണാടകമാണ്. എന്താ അവർ ചെയ്തേ? സ്ത്രീകൾക്ക് ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ചു. ആ പദ്ധതിയുടെ പേര് ശക്തി പദ്ധതി എന്നായിരുന്നു. ആരംഭിച്ച സംസ്ഥാനം കർണാടകമാണ്. സ്ട്രൈക്കിംഗ് എ കോഡ്, പ്രൊട്ടക്റ്റഡ് സോവറിനിറ്റി എന്ന പുസ്തകങ്ങളുടെ രചയിതാവാരാ? PS ശ്രീധരൻ പിള്ള. എന്തൊക്കെ പുസ്തകങ്ങളാ? സ്ട്രൈക്കിംഗ് എ കോഡ്, പ്രൊട്ടക്റ്റഡ് സോവറിനിറ്റി എന്ന പുസ്തകങ്ങളുടെ രചയിതാവ് PS ശ്രീധരൻ പിള്ളയാണ്. അടുത്ത ചോദ്യം, 2023 36ാമത് ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയായ അസ്താന ഏത് രാജ്യത്താണ്? 2023 36ാമത് ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയായ അസ്താന കസാക്കിസ്ഥാനിലാണ്. പട്ടികജാതി വിഭാഗങ്ങൾക്ക് സംവരണം ചെയ്ത മണ്ഡലത്തിൽ മത്സരിക്കാൻ യോഗ്യതയില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കേരളത്തിലെ ഏത് മണ്ഡലത്തിലെ MLAയുടെ തിരഞ്ഞെടുപ്പാണ് ഹൈക്കോടതി റദ്ദാക്കിയത്? ദേവികുളത്തെ MLAയുടെ തിരഞ്ഞെടുപ്പാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. 2023 മാർച്ചിൽ അന്തരിച്ച സാഹിത്യ നോബൽ ജേതാവ് കെൻ സാബുരോ ഓ ഏത് രാജ്യക്കാരനാണ്? പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, നമുക്ക് ജപ്പാൻകാരനാണ് അദ്ദേഹം. എന്താ ഉണ്ടായേ? അദ്ദേഹം സാഹിത്യ നോബൽ ജേതാവായിരുന്നു. അദ്ദേഹം 2023 മാർച്ചിൽ അന്തരിക്കുകയുണ്ടായി. ജപ്പാൻകാരനായിരുന്നു അദ്ദേഹം. എവിടെ വെച്ച് നടന്ന വിദേശകാര്യ മന്ത്രിമാരുടെ കൂടിക്കാഴ്ചയിലാണ് 2 മാസത്തിനകം നയതന്ത്ര കാര്യാലയങ്ങൾ തുറക്കാൻ ഇറാനും സൗദി അറേബ്യയും തീരുമാനിച്ചത്? ഇറാനും സൗദി അറേബ്യയും എന്ത് തീരുമാനിച്ചു? നയതന്ത്ര കാര്യാലയങ്ങൾ തുറക്കാനായിട്ട് തീരുമാനിച്ചു. അത് എവിടെ നടന്ന കൂടിക്കാഴ്ചയുടെ ശേഷമാണ്? ബെയ്ജിംഗിൽ നടന്നിട്ടുള്ള വിദേശകാര്യ മന്ത്രിമാരുടെ കൂടിക്കാഴ്ചയിലാണ് 2 മാസത്തിനകം നയതന്ത്ര കാര്യാലയങ്ങൾ തുറക്കാൻ ഇറാനും സൗദി അറേബ്യയും തീരുമാനിച്ചത്. ജുഡീഷ്യറിയെ സർക്കാരിന് കീഴിൽ കൊണ്ടുവരുന്നതിന് സമീപകാലത്ത് നിയമ ഭേദഗതി പാസാക്കിയ രാജ്യമാണ് ഇസ്രായേൽ. ഓർത്തു വെച്ചേക്കാം.
കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയായിട്ടുള്ള മിഷ്ടി പദ്ധതി ലക്ഷ്യമിടുന്നത് എന്തിന്റെ സംരക്ഷണമാണ്? കണ്ടൽ കാടുകളുടെ സംരക്ഷണമാണ് മിഷ്ടി പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2023 ജനുവരിയിൽ അന്തരിച്ച റഹ്മാൻ റാഹി ഏത് ഭാഷയിലെ കവിയാണ്? അദ്ദേഹം കാശ്മീരി ഭാഷയിലെ കവിയാണ്. ഇന്ത്യയിൽ ആദ്യമായി അന്ധതാ നിയന്ത്രണ നയം നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏതാ? രാജസ്ഥാനാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് അന്ധതാ നിയന്ത്രണ നയം നടപ്പിലാക്കുന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. ഏത് രാജ്യത്തെ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിലാണ് ഓപ്പറേഷൻ ദോസ്ത് എന്ന ദൗത്യം ഇന്ത്യ നടപ്പിലാക്കിയത്? തുർക്കിയിലാണ് ഓപ്പറേഷൻ ദോസ്ത് നമ്മൾ നടപ്പിലാക്കിയത്. എന്തായിരുന്നു? ഏത് രാജ്യത്തെ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിലാണ് ഓപ്പറേഷൻ ദോസ്ത് എന്ന ദൗത്യം ഇന്ത്യ നടപ്പിലാക്കിയത്? തുർക്കിയിലാണ് ഓപ്പറേഷൻ ദോസ്ത് നമ്മൾ നടപ്പിലാക്കിയത്. സർക്കാർ അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് അടച്ചുപൂട്ടിയ ദൈനിക് ദിനകൽ ഏത് രാജ്യത്തെ പത്രമാണ്? ബംഗ്ലാദേശിലെ പത്രമാണ് ദൈനിക് ദിനകൽ. അതൊന്ന് ഓർത്തു വെച്ചേക്കണേ. സർക്കാർ അനുമതി നിഷേധിച്ചപ്പോൾ എന്ത് ചെയ്തു? ദൈനിക് ദിനകൽ എന്ന പത്രം അടച്ചുപൂട്ടി. അത് ഏത് സംസ്ഥാനത്താണ്, ഏത് രാജ്യത്താണ്? ബംഗ്ലാദേശിലാണെന്നുള്ളത് ഓർത്ത് വെക്കുക. നമ്മുടെ ചോദ്യങ്ങൾ ഇപ്പോൾ തീരും കേട്ടോ. 100 ചോദ്യത്തിൻ്റെ ഒരു സെറ്റായിരുന്നത്. അപ്പോൾ സെറ്റ് 1 നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ സെറ്റ് 2 നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്യും. പ്രകൃതി ദുരന്തങ്ങളോ മാനുഷിക പ്രതിസന്ധിയോ ബാധിച്ച ഏതൊരു വികസ്വര രാജ്യത്തിനും ഇന്ത്യ അവശ്യ മെഡിക്കൽ സപ്ലൈ നൽകുന്ന പദ്ധതിയാണ് ആരോഗ്യ മൈത്രി. ഓർത്തു വയ്ക്കുക. പ്രകൃതി ദുരന്തങ്ങളോ മാനുഷിക പ്രതിസന്ധിയോ ബാധിച്ച ഏതൊരു വികസ്വര രാജ്യത്തിനും ഇന്ത്യ അവശ്യ മെഡിക്കൽ സപ്ലൈ നൽകുന്ന പദ്ധതി ആരോഗ്യ മൈത്രി പദ്ധതിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി മുഖ്യമന്ത്രി പദം വഹിച്ച നേതാവ് എന്ന വിശേഷണം പിണറായി വിജയൻ സ്വന്തമാക്കിയത് ആരുടെ റെക്കോർഡും മറികടന്നിട്ടാണ്? സി അച്യുതമേനോന്റെ റെക്കോർഡാണ് അദ്ദേഹം മറികടന്നത്. 2023 സ്വിസ് സ്ഥാപനമായ IQAIR പുറത്തിറക്കിയ വേൾഡ് എയർ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മലിനമായിട്ടുള്ള രാജ്യം ചാടാണ്. 2023 കേരള സർക്കാരിന്റെ ലൈഫ് ടൈം ടെലിവിഷൻ അച്ചീവ്മെന്റ് അവാർഡിന് അർഹനായത് ശ്യാമപ്രസാദാണ്. ഹെക്കാഷെപ്സ് എന്ന പേരുള്ള ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മമ്മി. എന്താ? ഹെക്കാഷെപ്സ് എന്ന പേരുള്ള ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മമ്മി കണ്ടെത്തിയത് ഈജിപ്തിലാണ്. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കണക്ക് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദിയായിട്ടുള്ള കൂവം നദി ഏത് നഗരത്തിലൂടെ ഒഴുകുന്നു? ചെന്നൈ നഗരത്തിലൂടെ ഒഴുകുന്നു. ദക്ഷിണേന്ത്യ പശ്ചാത്തലമാക്കി വിജയനഗര സാമ്രാജ്യത്തിന്റെ കഥ പറയുന്ന വിക്ടറി സിറ്റി എന്ന നോവൽ രചിച്ചത് സൽമാൻ റുഷ്ദിയാണ്. ദക്ഷിണേന്ത്യ പശ്ചാത്തലമാക്കിയിട്ട് വിജയനഗര സാമ്രാജ്യത്തിന്റെ കഥ പറയുന്ന വിക്ടറി സിറ്റി എന്ന നോവൽ രചിച്ചത് സൽമാൻ റുഷ്ദിയാണ്. സമുദ്രശില എന്ന നോവൽ രചിച്ചത് ആരാ? അത് സുഭാഷ് ചന്ദ്രനാണ് സമുദ്രശില എന്ന നോവൽ രചിച്ചത്. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മൾ 200 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 200 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ പഠിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ നമുക്ക് മിസ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഒരു തവണ വായിച്ച് നമ്മളത് റിവൈസ് ചെയ്ത് നമുക്ക് നന്നായിട്ട് അറിയുന്ന ഒരു പോർഷനിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മിസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ വല്ലാതെ എഫക്റ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ഒരുപാട് പഠിക്കുന്നതിനല്ല, നമ്മൾ കുറച്ചാണ് പഠിക്കുന്നതെങ്കിൽ അത് വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് ട്രൈ ചെയ്യാം. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും പഠിച്ച് ഭംഗിയായിട്ട് കോൺഫിഡൻസോട് കൂടിയിട്ട് എക്സാമിനെ ഫേസ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. പഠിക്കാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിട്ടും സാഹചര്യങ്ങൾ ഒട്ടും അനുവദിക്കാത്ത ഒരുപാട് പേര് നമ്മുടെ ചുറ്റുമുണ്ട്. അവരൊന്നും ടെൻഷൻ അടിക്കരുത്. എല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് കോൺഫിഡൻ്റ് ആയി പോകുന്നവർക്ക് എല്ലാ ആശംസകളും തരുന്നു. ഒപ്പം ഇങ്ങനെ പഠിക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരുന്ന, അതായത് സാഹചര്യം കൊണ്ട് ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ട്രൈ ചെയ്യുക, നിങ്ങളുടെ ബെസ്റ്റ് അതിനകത്തേക്ക് കൊടുക്കുക. ടെൻഷൻ അടിക്കരുത്. ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മളുള്ള മാർക്കും കൂടി പോകുക എന്നുള്ളതാണ്, അല്ലാണ്ട് ടെൻഷൻ അടിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല. അപ്പം നിങ്ങൾ റിലാക്സ് ചെയ്ത് കൂളായിട്ട് ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങൾ എക്സാം എഴുതുക. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്തായാലും ഒരു ദിവസം നിങ്ങൾക്ക് കിട്ടും. സോ താങ്ക് യു സോ മച്ച്. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്.